ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായോ? കൂവ പായസമാണേ. അപ്പോൾ ഈ കൂവ പായസം എന്താണെന്ന് അറിയാത്തവരുണ്ടോ? അതെ, നമ്മുടെ വീട്ടിൽ കുറച്ച് കൂവ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് പറിച്ചെടുത്ത സമയത്ത് നമ്മൾ പായസം വെക്കാമെന്ന് വിചാരിച്ചു. അതും കൂവ പൊടിയാക്കിയിട്ടൊന്നുമല്ല കേട്ടോ, പച്ചയ്ക്ക് തന്നെ. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂവയൊക്കെ പറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളിങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അടിപൊളിയാണ്. ഈ കൂവയ്ക്കകത്തുണ്ടല്ലോ ധാരാളമായിട്ട് പൊട്ടാസ്യം, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, പ്രോട്ടീൻസ്, അങ്ങനെ ഒത്തിരി ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വയറുവേദന, വയറിളക്കമൊക്കെ മാറാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് കൂവ പൊടിയാക്കിയിട്ടൊക്കെ സൂക്ഷിക്കുമായിരുന്നു. അപ്പം ഈ ഒരു പായസം ഉണ്ടല്ലോ, കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഞാൻ ഒഴിച്ചെടുത്തപ്പോൾ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി മണമാണ്. അപ്പം എല്ലാവരും ഉണ്ടല്ലോ കൂവയൊക്കെ കിട്ടുന്ന സമയത്തെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കൂവ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വെള്ളക്കൂവയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ